ഷമായിലുൻ നബി പഠിക്കുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൃഷ്ടിപ്പും അവിടുത്തെ സ്വഭാവവും, അവിടുത്തെ ഖൽഖും ഹുൽഖും, അവിടുത്തെ സ്വഭാവവും അവിടുത്തെ സൃഷ്ടിപ്പും മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും അഷ്റഫായ, ഏറ്റവും ശ്രേഷ്ഠരായ, ഏറ്റവും ആളമായ, ഏറ്റവും പൂർണ്ണനായ വ്യക്തിയാണ്. അൽ ഇൻസാനുൽ കാമിൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയെക്കുറിച്ചാണ് കഴിഞ്ഞ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അവിടുത്തെ വല്യുപ്പമാര് അല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെരഞ്ഞെടുത്തതിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ വായിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞുപോയത്. ഇവിടെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടിയാണല്ലോ. ആ സൃഷ്ടിക്ക് അള്ളാഹു നൽകിയ പേരിനെ കുറിച്ചാണ്. അടുത്ത ഭാഗങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരവിശേഷങ്ങളെ കുറിച്ചാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏറ്റവും നല്ല സൃഷ്ടിപ്പായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ പേര്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്നലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്മാഉൻ കസീറ. മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അതുപോലെ മഹാന്മാരായ മുൻഗാമികളായ ഇമാമികൾ, ധാരാളം ഇമാമിങ്ങളെ വായിക്കാനുണ്ട്. ഹാഫിള് സുയൂത്തി റളിയല്ലാഹു അൻഹു, ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയിട്ട് വലിയ മഹത്തുക്കളായ ഇമാമിങ്ങൾ. അള്ളാഹു അവരുടെയൊക്കെ ബർക്കത്ത് ഈ സദസ്സിൽ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം പേരുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമുക്ക് സുബഹിക്ക് നമ്മൾ ഓതിയിരുന്നു അള്ളാഹുവിൻ്റെ പേരുകൾ, അസ്മാഉൽ ഹുസ്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ. ആ പേരുകളിൽ നിന്ന് 99 എണ്ണം മനഃപ്പാടമാക്കുന്നവർക്ക് സ്വർഗം കിട്ടുമെന്നാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സ്വർഗം കിട്ടാൻ അത് കാരണമാണ് 99 പേരുകൾ അസ്മാഉൽ ഹുസ്ന മനഃപ്പാടാക്കുക. എളുപ്പമാണ് മനഃപ്പാടാക്കാൻ, അധികം പേരുകൾ നമുക്കറിയാവുന്നതായിരിക്കും. അതുപോലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൾ അസ്മാഉൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ധാരാളം പേരുകളുണ്ട്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്ന സംഭവം കാണാം. ധാരാളം ഇമാമിങ്ങൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് 1000ഓളം പേരുകൾ ഉള്ളതുപോലെ തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അത്രയേറെ പേരുകൾ ഉണ്ട് എന്ന് മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തുന്നു. അതുപോലെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുത്തെ പല പേരുകളും നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്ത് യാസീൻ പറയുന്ന സമയത്ത് നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലിന്റെ പേരാണ് യാസീൻ എന്നും ത്വാഹ എന്നും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇന്നലി അസ്മാഉൻ അന മുഹമ്മദുൻ വ അന അഹ്മദ് വ അനൽ മാഹി അല്ലദീ യംഹുല്ലാഹു ബിൽ കുഫർ വ അനൽ ഹാശിർ അല്ലദീ യുഹ്ശറുൻ നാസു അലാ ഖദമി വ അനൽ ആഖിബു അല്ലദീ ലൈസ ബഅദഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയ പേരുകളിൽ പെട്ടതാണ് ഞാൻ മുഹമ്മദാണ്, അഹ്മദാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല എനിക്ക് വെച്ച പേരിലുള്ളതാണ് അനൽ മാഹി. അതുപോലെ ഹാഷിർ എന്ന പേര് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകളിൽ പെട്ടതാണ് ആഖിബ് എന്ന പേര്. ഈ പേരുകളൊക്കെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയ പേരാണ്. എപ്പോഴും നമ്മൾ 2-3 തവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജനിച്ച് 7ാമത്തെ ദിവസം ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവർ ഹബീബായ നബി തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചു. കാരണം പറഞ്ഞത് മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ ഹഖ്ഖുൻ നാസി ബിൽ ഹംദി സ്വല്ലാ അലൈഹി അല്ലാഹു മാ അശ്റഖത് ശംസുൽ ളുഹാ ഫീ ദാലിക സഅദി. ഹബീബായ നബി തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചതിലൂടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ആകാശത്തും ഭൂമിയിലുമുള്ള ആളുകളൊക്കെ പുകഴ്ത്തുന്ന ആളായി ഈ കുട്ടി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പന പ്രകാരം ഞാൻ ഈ പേര് വെച്ചത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് പറഞ്ഞ സംഭവം ദലായിലുൻ നുബുവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹമ്മദ് എന്ന പേരിന്റെ അർത്ഥം പ്രശംസിക്കപ്പെടാൻ അർഹതയുള്ള വിശേഷണങ്ങളൊക്കെ ഒത്തുചേർന്നയാൾ എന്നാണ്. പ്രശംസിക്കപ്പെടാൻ അർഹതയുള്ള, സ്തുതിക്കപ്പെട്ടവൻ എന്നൊറ്റ വാക്കിൽ നമുക്ക് പറയാം.
മുഹമ്മദ് എന്ന പേരിന്റെ അർത്ഥം അങ്ങനെയാണ്. ആ പേര് യോജിച്ച വേറെ ആരാണ് ലോകത്തുള്ളത്? സ്തുതിക്കപ്പെടാൻ അർഹതപ്പെട്ട, മഹത്വം പറയാൻ അർഹതപ്പെട്ട, പ്രശംസിക്കപ്പെടാൻ അർഹതയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി വെച്ച പേര്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആ പേരിനെ വെച്ചുകൊടുത്തത് എന്ന് മഹാന്മാരായ മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ തെളിവാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലിയ വരികൾ, വശഖ ലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ ഫഹാദാ മുഹമ്മദു സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. ഹബീബായ നബി തങ്ങളെ മുന്നിൽ നിന്ന് ചൊല്ലിയ വരിയാണ്. ഹബീബായ നബിയെ, അള്ളാഹു അവന്റെ നാമത്തിൽ നിന്ന് പകുത്തു നൽകിയ നാമമല്ലേ അങ്ങയുടെ പേര്. അള്ളാഹുവിന്റെ റസൂലെ, സിംഹാസനത്തിന്റെ അർശിന്റെ ഉടമസ്ഥനായ റബ്ബ് അവൻ മഹ്മൂദാണെങ്കിൽ ഇത് മുഹമ്മദ് അല്ലേ? ഈ സംഭവം മുൻഗാമികൾ ധാരാളം ആളുകൾ അൽ ബിദായ വൻ നിഹായയിലൊക്കെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൾ, ആ പേരിന്റെ പ്രൗഢി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് മദീനയിൽ നിന്ന് പറഞ്ഞു. ഒരാൾക്ക് സമൂഹത്തിൽ ഒരുപാട് പേരുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൗഢിയുടെ തലമാണത് കാണിക്കുന്നത്. ഒരാൾക്ക് സമൂഹത്തിൽ ഒരുപാട് പേരുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനങ്ങൾ വിളിച്ചിരുന്ന പേരുകളെല്ലാം നല്ല പേരുകളായിരുന്നു. മക്കക്കാര് വിളിച്ചിരുന്ന പേര് സ്വാദിഖ് അൽ അമീൻ എന്നാണ്. വല്ലാത്തൊരു ചരിത്രം അവിടെ രേഖപ്പെട്ട് കിടപ്പുണ്ട്. സ്വാദിഖ് അൽ അമീൻ, അൽ അമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കളവ് പോലും പറഞ്ഞിരുന്നില്ല നുബുവത്തിന് മുമ്പും. ഹജറുൽ അസ്വദ് പുനർസ്ഥാപിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമാണ്. ഹജറുൽ അസ്വദ് എവിടെ വെക്കണം എന്നത് സംബന്ധിച്ച് തർക്കം നടന്നപ്പോ, ഇനി ഈ വാതിലിലൂടെ കടന്നു വരുന്നയാൾ അതിന്റെ മധ്യസ്ഥം നിർവഹിക്കട്ടെ. മക്കക്കാര് മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ ആ വാതിലിലൂടെ കടന്നു വന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അദ്ദേഹത്തെ തൃപ്തിയാണ്. കാരണം അദ്ദേഹത്തെ പോലെ മാന്യനായ, സൽസ്വഭാവിയായ, അതിലുപരി സത്യസന്ധനായ ഒരു മനുഷ്യൻ, സാദിഖുൽ അമീനായ ഒരു മനുഷ്യൻ ഈ മക്കയിൽ വേറെയില്ല. നുബുവത്തിന് ശേഷമല്ല, നുബുവത്തിന് മുമ്പ്. അതൊക്കെ കഴിഞ്ഞു. നുബുവത്തിന്റെ സമയമായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന്റെ വിളംബരം നടത്തി. ആ സമയത്തൊരു മനോഹരമായ ചരിത്രം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിർപക്ഷത്തുണ്ടായിരുന്ന, പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച അബൂ സുഫിയാൻ രേഖപ്പെടുത്തുന്നുണ്ട്, ഓർമ്മിക്കുന്നുണ്ട്. അബൂ സുഫിയാൻ ഒരിക്കൽ വിദേശത്തൊരു രാജാവിന്റെ കൊട്ടാരത്തിൽ, ഹിർക്കലിന്റെയോ മറ്റോ കൊട്ടാരത്തിൽ ചെന്നു. ആ സമയത്ത് ഹിർക്കൽ അബൂ സുഫിയാനോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ നാട്ടിലൊരു പുതിയ നബി വന്നു എന്ന് കേട്ടല്ലോ, എന്താണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ? അബൂ സുഫിയാൻ ഓരോന്നിങ്ങനെ എണ്ണി പറഞ്ഞു. ഞങ്ങളുടെ ആരാധനകളെയും ഞങ്ങൾ ആരാധിക്കുന്നതിനൊക്കെ തള്ളിപ്പറയാണ്. നന്മ കൊണ്ട് കൽപ്പിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചു വന്ന ശൈലിയൊക്കെ തള്ളിപ്പറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവസാനമായി രാജാവ് ഒരു ചോദ്യം ചോദിച്ചു. അബൂ സുഫിയാൻ, ആ മനുഷ്യൻ കളവ് പറയാറുണ്ടോ? ആ മനുഷ്യൻ കളവ് പറയാറുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു, വല്ലാഹി, എന്റെ എതിർസ്ഥാനത്തുള്ള ആളാണ്, വല്ലാഹി ഇന്ന് വരെ ആ മനുഷ്യൻ ഒരു കളവ് തമാശയ്ക്ക് പറയുന്നത് പോലും ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. ഞങ്ങളെ നാട്ടിൽ തന്നെ ആ മനുഷ്യൻ അറിയപ്പെടുന്നത് സത്യസന്ധനായ അൽ അമീനായ നബിയായിട്ട്, അൽ അമീനായിട്ടാണ്. ഒരു കളവ് പറയുന്ന ശൈലി ഇല്ല. മഹാനായ അബൂ സുഫിയാൻ മാന്യനാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തായിരുന്നപ്പോഴും നബിതങ്ങളെ കുറിച്ച് പറഞ്ഞത് ഒരു കളവ് പോലും പറയാറില്ല. ഉടനെ രാജാവ് ഒരു ചോദ്യം ചോദിച്ചു. അല്ല അബൂ സുഫിയാൻ, സാധാരണ കാര്യങ്ങളിൽ പോലും കളവ് പറയാത്തൊരു മനുഷ്യൻ അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുമോ? ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് പറയുമോ? ഞാൻ മലക്കിനെ കണ്ടു എന്ന് പറയുമോ? ജിബ്രീലിനെ കണ്ടു എന്ന് പറയുമോ? ഖുർആൻ എനിക്ക് അവതരിച്ചു എന്ന് പറയുമോ? നിസ്സാര കാര്യത്തിന് പോലും കളവ് പറയാത്തൊരു മനുഷ്യൻ അള്ളാഹുവിനെ പിടിച്ച് കളവ് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അബൂ സുഫിയാൻ? അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ ആ ചോദ്യത്തിൽ തകർന്നുപോയി. ശരിയല്ലേ? സാധാരണ ഒരു കാര്യത്തിൽ പോലും കളവ് പറയാത്തൊരു മനുഷ്യൻ അള്ളാഹുവിനെ പിടിച്ചിട്ട് കളവ് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണവിശേഷങ്ങൾ, അവിടുത്തെ പേരും പെരുമയും എല്ലാം നുബുവത്തിന് മുമ്പ് തന്നെ മക്കയിൽ പ്രസിദ്ധമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകളെ കുറിച്ചാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ മുഹമ്മദാണ്, അഹ്മദുമാണ്, മാഹിയാണ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല, മാഹി എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധത്തെ, കുഫറിനെ തുടച്ചു നീക്കാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഹാഷിറാണ്, എൻ്റെ പിന്നിലാണ് ജനങ്ങളൊക്കെയും നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുക. ഞാൻ ആഖിബാണ്. ആഖിബ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ, എനിക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല. ഈ ഹദീസ് ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അള്ളാഹു ആ പേരുകളുടെ ബറക്കത്തുകൊണ്ട് നമ്മെ എല്ലാവരെയും സലാമത്താക്കി തരുമാറാകട്ടെ. അന മുഹമ്മദുൻ വഅഹ്മദുൻ എന്ന് തുടങ്ങുന്ന ഒരു ഹദീസ് വീണ്ടും മഹാന്മാരായ ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസിൽ വൽ ഹാഷിർ വനബിയുത് തൗബ വനബിയുർ റഹ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പേരുകളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ മുഹമ്മദാണ്, അഹ്മദാണ്, അതുപോലെ ഞാൻ മുഖ്ഫിയാണ്, നബിയുത് തൗബയാണ്, നബിയുർ റഹ്മയാണ്. നബിയുത് തൗബയാണ്, നബിയുർ റഹ്മയാണ്. കാരണം എൻ്റെ സമുദായമാണ് ഏറ്റവും അധികം തൗബ ചെയ്യുക, എൻ്റെ സമുദായത്തിന്റെ പശ്ചാത്താപമാണ് ഏറ്റവും അധികം സ്വീകരിക്കുക. അതുകൊണ്ട് നബിയുത് തൗബയാണ്. ഞാൻ കാരുണ്യത്തിന്റെ പ്രവാചകനാണെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ, മുഹമ്മദ് എന്ന പേര് ഖുർആനിൽ എത്ര വട്ടം? മുഹമ്മദ് എന്ന പേര് ഖുർആനിൽ എത്ര വട്ടം? ഖുർആൻ മുഹമ്മദ് എന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? 4 തവണയാണ് ഖുർആനിൽ മുഹമ്മദ് എന്ന പേര് വന്നിട്ടുള്ളത്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട പ്രവാചകൻ സയ്യിദുന നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമാണ്. ധാരാളം പ്രവാചകന്മാരുടെ പേരുകൾ ഖുർആൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ആലു ഇമ്രാനിൽ, അഹ്സാബിൽ, സൂറത്ത് മുഹമ്മദിൽ, ഫത്ഹിന്റെ അവസാന ഭാഗത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് മാ കാന മുഹമ്മദുൻ നബാ അഹദി മിർ റിജാലിക്കും വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലതു മിൻ ഖബ്ലിഹി റുസുൽ, ഈ ഭാഗങ്ങളിൽ 4 മുഹമ്മദ് എന്ന് പറഞ്ഞുള്ളൂ. ബാക്കി എല്ലായിടത്തും അവിടെയൊക്കെ കാണാം യാ ഇബ്രാഹിം, യാ യഹ്യ, യാ ഈസ, അല്ലാഹു തആല വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും യാ മുഹമ്മദ് എന്ന വിളി ഖുർആനിലില്ല. ഹബീബായ നബി തങ്ങളെ ബഹുമാനാണ്. യാ നബി അല്ലാഹ്, യാ അയ്യുഹൻ നബിയോ, ഓ നബിയായവരെ എന്നാണ് വിളിച്ചത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിനോടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആദരവാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഹമ്മദ് എന്ന പേരേ ഉള്ളൂ 4 സ്ഥലത്ത്. ബാക്കി സ്ഥലങ്ങളിൽ ത്വാഹ, യാസീൻ, ഹാമീം, ത്വാസീൻ അങ്ങനെ തുടങ്ങിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ. അഹ്മദ് എന്ന പേര് ഖുർആനിലുണ്ട്. وإذ قال عيسى بن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد. എനിക്ക് ശേഷം ഒരു നബി വരാനുണ്ട്, ആ നബിയെ കുറിച്ച് സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നതെന്ന് സയ്യിദുന നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം സൂറത്ത് സഫിന്റെ 6-ാമത്തെ വചനം. ആ നബിയുടെ പേര് അഹ്മദ് എന്നായിരിക്കും എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മഹാന്മാരായ പ്രവാചകന്മാർ, മുൻഗാമികൾ, ഞാൻ പോയാലേ സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അടുക്കലേക്ക് വരൂ, സത്യത്തിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരികയും സകല സത്യത്തിലേക്കും അത് വഴി നടത്തുകയും ചെയ്യുമെന്ന് ബൈബിളിൽ കാണാം. ബൈബിളിന്റെ പല സുവിശേഷങ്ങളിലും അങ്ങോട്ട് പോയാൽ ആ ചർച്ച എങ്ങനെയാണ് പോകും. ഞാൻ പോയാൽ സത്യത്തിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരും, സത്യത്തിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരികയും സകല സത്യത്തിലേക്കും വഴി നടത്തും. സയ്യിദുനാ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം എന്നെ അവിടുന്ന് മഹത്വപ്പെടുത്തുമെന്നും മഹാനരായ സയ്യിദുനാ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം പറഞ്ഞ സംഭവങ്ങൾ കാണാം. അപ്പോൾ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ പേരുകൾ, ധാരാളം പേരുകൾ, ഇതുപോലെ ഹദീസുകളിൽ വന്ന ധാരാളം പേരുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പേരുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ അല്ലാഹു അകറ്റി നൽകുമാറാകട്ടെ. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു വെച്ച പേരുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ പേര് മുഹമ്മദ് എന്ന പേരാണ്. തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പേരുണ്ട്, അതുപോലെ ഇഞ്ചീലിൽ മറ്റു പേരുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മഹാന്മാരായ മുൻഗാമികൾ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവിധ പേരുകളിൽ അവരുടെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഓരോ ആളുകളുടെ ഇടയിലും, ആകാശഭൂമികളുടെ ഇടയിലെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായ പേര് നൽകിയിട്ടുണ്ട്.
മഹാന്മാരായ മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് ഒരു നബിക്കും അല്ലാഹു തആല അങ്ങനെ ഒരു പേര് വെച്ചിട്ടില്ല എന്ന് മഹാന്മാരായ മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവിടുത്തെ മക്കളിലേക്ക് ചേർത്തുകൊണ്ടും ഖാസിം എന്ന മകനുള്ളതുകൊണ്ട് അബുൽ ഖാസിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിളിപ്പേരുണ്ടായിരുന്നു. യാ അബാ ഇബ്രാഹിം എന്ന് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച സംഭവം കാണാം. അവിടുത്തെ മകനായ മഹാനായ ഇബ്രാഹിം എന്നവരിലേക്ക് ചേർത്തുകൊണ്ടാണ് യാ അബാ ഇബ്രാഹിം എന്ന് വിളിച്ചത്. അതുപോലെ അബുൽ ഖാസിം എന്നുള്ളത് വെറും മകനിലേക്ക് മാത്രം ചേർത്തുകൊണ്ടുള്ള പേരല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യത്തെ വിതരണം ചെയ്യുന്നയാളാണ്. ഒരു ഹദീസിൽ കാണാം, ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു യുഅതി. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു മുഅതി, അല്ലാഹു നൽകുന്നു, ഞാനത് വിതരണം ചെയ്യുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാസിം എന്ന പേര് അല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെറുതെ വെച്ചതല്ല, നാളെ സ്വർഗം വിതരണം ചെയ്യുന്ന അതിൻ്റെ അഹ്ലുകാർക്ക് വീതിച്ചു നൽകുന്നയാൾ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹീദ് എന്ന പേര് അല്ലാഹു വെറുതെ വെച്ചതല്ല, നാളെ നരകത്തിൽ നിന്ന് അവിടുത്തെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്നയാൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇങ്ങനെ ഓരോ പേരുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സയ്യിദുനാ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം അവിടുത്തെ മകനായ ശീസ് നബിയോട് പറഞ്ഞു, മോനെ, എനിക്ക് ശേഷം എൻ്റെ ഖലീഫ നിങ്ങളാണ്, എനിക്ക് ശേഷമുള്ള എൻ്റെ പ്രതിനിധി നിങ്ങളാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, എപ്പോഴും അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം, നല്ല സൽസ്വഭാവത്തിന്റെ മേൽ, നല്ല പെരുമാറ്റങ്ങളുടെ മേൽ ജീവിക്കണം. അതോടൊപ്പം തന്നെ പറഞ്ഞു, മോനെ, ഞാൻ സ്വർഗത്തിലായിരിക്കെ ഉപദേശം കൊടുക്കുകയാണ്. എനിക്ക് ശേഷമുള്ള പ്രതിനിധി ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകനാണ് സയ്യിദുനാ നബിയുല്ലാഹി ശീസ് അലൈഹിസ്സലാം. ശീസ് നബിയോട് പറഞ്ഞ സംഭവം, നിങ്ങൾ എൻ്റെ പ്രതിനിധിയാണ്, തഖ്വയിലായി ജീവിക്കണം, നല്ല സ്വഭാവവും പെരുമാറ്റവും ഉണ്ടാവണം. അതോടൊപ്പം തന്നെ എപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സൃഷ്ടിപ്പായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കണം. കാരണം ഫഇന്നി റഅയ്തു ഇസ്മഹു മക്തൂബൻ അലാ ഖവാഇമിൽ അർശി, ഞാൻ ആ പേര് അർശിന്റെ കമാനങ്ങളിൽ കണ്ടിട്ടുണ്ടെന്ന് സയ്യിദുനാ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. അബുൽ ബഷർ ആദം അലൈഹിസ്സലാം മോനോട് പറയാണ്, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന നേരത്തെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടി പറയണം. അങ്ങനെ തന്നെയാണല്ലോ അള്ളാഹു തആല എവിടുന്ന ഒഴിവാക്കിയത്? നിസ്കാരത്തിലേക്ക് വിളിക്കുന്ന നേരത്ത്, അള്ളാഹുവിനുള്ള ഇബാദത്താണ് നിസ്കാരം, അതിലേക്ക് വിളിക്കുന്ന നേരത്ത് എന്ത് വേണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നിസ്കാരം അവസാനിക്കുമ്പോൾ ആർക്കും മേൽ സ്വലാത്ത് ചെല്ലണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽ സ്വലാത്ത് ചെല്ലണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് അവിടുത്തെയുടെ മേൽ സലാം ചൊല്ലിയവരാണല്ലോ നമ്മളല്ല. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. അവസാനിപ്പിക്കുന്നു, മോനെ, ശീസ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിലായിരിക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഞാൻ അർശിൽ കണ്ടിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കാണാത്ത സ്വർഗത്തിലെ ഒരു വീടും ഒരു റൂമും ഉണ്ടായിരുന്നില്ല. സിദ്റത്തുൽ മുന്തഹയുടെ ഇലകളിൽ ഞാൻ നബി തങ്ങളുടെ പേര് കണ്ടിട്ടുണ്ട്. സ്വർഗത്തിലൂടെ ഒഴുകുന്ന അരുവികളുടെ ചാരത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹൂറുൽ ഹിസാനിങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മലക്കുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് ഞാൻ കാണാത്ത ഒരിടം സ്വർഗത്തിലുണ്ടായിരുന്നില്ലെന്ന് സയ്യിദുനാ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് മോനെ, മുഹമ്മദ് എന്ന പേര് എവിടൊക്കെയാ ഉള്ളത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് ഉദ്ധരിച്ചു തരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട മഹാനരായ ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേര് വെച്ചു കൊടുത്തത് വെറുതെ അല്ല, അത് നേരത്തെ തന്നെ അവിടുത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് എന്ന പേര് തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണല്ലോ ആദം നബി അലൈഹിസ്സലാം എവിടെ കണ്ടത്? സ്വർഗത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കണ്ടത്. അവസാനിപ്പിക്കുന്നത്, നമ്മുടെ മുൻഗാമികൾ നമുക്കൊക്കെ പേരിട്ട സമയത്ത് മുഹമ്മദ് ചേർത്തിട്ടാണ് പേരിട്ടത്. എല്ലാവരുടെ പേരും വിളിച്ചപ്പോൾ എന്ത് ചെയ്തു? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പേര്
മുഹമ്മദ് എന്ന പേരാണ്. അത് നമ്മുടെ ഉമ്മത്തിന് ഹബീബായ നബിതങ്ങളോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മളല്ല, മറ്റു മതസ്ഥരുണ്ട്, മതമില്ലാത്ത ആളുകളൊക്കെ കൂടുതലുണ്ട്. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പേര് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെങ്ങനെ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗപ്പെടുത്തുന്ന ഒരു നാമമില്ല. എന്തുകൊണ്ടാണ്? മുഹമ്മദ് എന്ന് പേരിട്ടാൽ അതിലൂടെ അള്ളാഹു അനുഗ്രഹം ചെയ്യുമെന്നും നാളെ പരലോകത്തെത്തുമ്പോ റബ്ബിനോട് പറയാമല്ലോ, റബ്ബേ എന്റെ പേര് നിന്റെ അഷ്റഫുൽ ഖൽഖായ നബിതങ്ങളെ പേരാണ്, അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ശഫാഅത്ത് തരണം. എന്റെ പേര്, ഞാൻ പാപിയാണെങ്കിലും എന്റെ പേരെന്താണ്? മുഹമ്മദാണ്. മുഹമ്മദ് എന്ന് പേരുള്ള എന്നെ നരകത്തിൽ അയക്കരുതേ എന്ന് പറയാനുള്ള ഒരു അവകാശം കൂടി നമ്മുടെ മുൻഗാമികൾ നമുക്ക് തരികയാണ്. നമ്മുടെ വല്യുപ്പമാര് കാരണവന്മാര് മുഹമ്മദ് ചേർത്ത് നമുക്ക് പേരിടാനുള്ള കാരണം അതാണ്. പിന്നെ ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ വന്നപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടോ, മുഹമ്മദ് പോയിട്ടുണ്ടാവും. പക്ഷേ ജനിച്ച സമയത്ത് പേരിട്ടപ്പോൾ മുഹമ്മദ് കൂട്ടിയിട്ട് പേര് വിളിക്കാത്ത ആരും ഉണ്ടാവില്ല. എന്തിനാണ് അങ്ങനെ പേരിട്ടത്? പടച്ചോനെ നാളെ മുഹമ്മദൻ വഹുവ ഫൽ ഖൽഖി ബിദ്ദിമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്, മോശക്കാരനാവാം, പ്രയാസപ്പെടുന്ന ആളാവാം, നാളെ പരലോകത്തെ എൻ്റെ വലിയൊരു പ്രതീക്ഷ, പരലോകത്തുള്ള വലിയൊരു പ്രതീക്ഷ എൻ്റെയും ഹബീബായ നബിതങ്ങളുടെയും പേര് ഒന്നാണല്ലോ എന്നൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ, ആ പേരുകൊണ്ടെങ്കിലും നാളെ ഞാൻ പരലോകത്ത് രക്ഷപ്പെട്ടാലോ, ആ വിചാരം കൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ അങ്ങനെ പേര് വെച്ചത്. ഉറുദുവിൽ ജീവിച്ചിരുന്ന, ഉറുദു കവിയായിരുന്ന ദില്ലൂറാം എന്ന് പറയുന്ന ഉറുദു കവി, ഹസ്സാനുൽ ഹിന്ദ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ദില്ലൂറാം കൗസരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹം എഴുതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള കവിതകൾ, ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഹസ്സാൻ എന്നാണ് വിളി. അതായത് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാട്ടുകാരനായിരുന്നല്ലോ ഹസ്സാൻ റളിയല്ലാഹു അൻഹു. ആ പേരിൽ അറിയപ്പെട്ട ഒരു ഹിന്ദുവായ മനുഷ്യനാണ് ദില്ലൂറാം അവസാനം ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. ദില്ലൂറാമിന്റെ ഒരു കവിത തീരുന്നത് ഇങ്ങനെയാണ്: ദില്ലൂറാമിന്റെ ആദ്യത്തെ അക്ഷരവും മുഹമ്മദിന്റെ അവസാനത്തെ അക്ഷരവും ഒന്നു തന്നെയാണ്. മുഹമ്മദ് ദില്ലൂറാം, എന്റെ വലിയൊരു പ്രതീക്ഷ, ഞാൻ അങ്ങയുടെ കാൽക്കലിതാ നിൽക്കുന്നു നബിയെ, അങ്ങയുടെ കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ദില്ലൂറാം കൗസരി മരിച്ചത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ആയിട്ടാണ്. ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഹിന്ദുവായ ഒരു വലിയ കവിയായിരുന്നു അദ്ദേഹം. പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിന് വലിയ ബറക്കത്തുണ്ട്. മുഹമ്മദ് എന്നൊരു പരിചാരകൻ ഉണ്ടായിരിക്കെ, ഔറംഗസീബാണ് എന്നാണ് ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നത്, അദ്ദേഹത്തിന്റെ വീട്ടിൽ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പരിചാരകൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, പേര് മര്യാദയ്ക്ക് മാറ്റിക്കോണം. എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ ഞാൻ ഇവിടെ ഇരുന്നുണ്ട്, എടാ മുഹമ്മദ് ഇവിടെ വരൂ, അങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞാല് അതെനിക്ക് പറ്റൂല. ആ പേര് പറയുമ്പോൾ എനിക്ക് വലിയ ബഹുമാനാണ്. ഹബീബായ നബിതങ്ങളെ പേര് മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇനി ഇവിടെ ജോലിക്ക് നിൽക്കാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിനോടുള്ള ബഹുമാനം. അങ്ങനെയാണ് നമ്മുടെയൊക്കെ നാട്ടിലെ പേരിന്റെ കൂടെ മുഹമ്മദ് കുഞ്ഞൊക്കെ വന്നത്. വെറും മുഹമ്മദ്, എടാ മുഹമ്മദ് അങ്ങോട്ട് വരൂ, അങ്ങോട്ട് പോകും എന്നൊക്കെ പറയാതിരിക്കാനാണ് മുഹമ്മദ് കുഞ്ഞും കുഞ്ഞു മുഹമ്മദും ഒക്കെ വരാനുള്ള കാരണം. അപ്പൊ പേരിനെ നമ്മുടെ മുൻഗാമികൾ ബഹുമാനിച്ചത് കൊണ്ടാണ്. അതിന്റെ മഹത്വമാണ് നമ്മൾ പറഞ്ഞു വന്നത്. പറയാനാണെങ്കിൽ തീരാത്ത മഹത്വമുള്ള പേരാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അർശിനുമീദേ ആദിലന്ന് ആദം പിതാവ് കണ്ട പദം, അവിടമിലൊഴുകും അൻഹാറുകളുടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാം കണ്ട ഇടാണ്. ആകാശത്തും ഭൂമിയിലും സ്വർഗത്തിലെ എല്ലാ മുറികളിലും സ്വർഗത്തിന്റെ തോട്ടങ്ങളിലും സിദറത്തുൽ മുന്തഹയിലും എല്ലായിടത്തും ഞാൻ മുഹമ്മദ് എന്ന പേര് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് എന്ന പേരിനെ ചേർത്ത് പിടിക്കണേ മോനെ ഷീസ് എന്ന് സയ്യിദുനാ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം.
അല്ലാഹു തആല നമുക്കൊക്കെയും ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. അവസാനിപ്പിക്കുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് നമ്മുടെ ചർച്ച എത്തുന്നില്ല, സമയം കഴിഞ്ഞു പോകുന്നുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹം അങ്ങനെയാണ്, മഹത്വം അങ്ങനെയാണ്, പറഞ്ഞാൽ തീരാത്തതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്, അവിടുത്തെ ശരീരവിശേഷങ്ങളെ കുറിച്ചാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അറിയാനും പഠിക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ ഞങ്ങൾ നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞതും പഠിച്ചതും എല്ലാം നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അതിൻ്റെ കാരണം കൊണ്ടൊക്കെ ഞങ്ങൾക്ക് ഈമാൻ നീ വർദ്ധിപ്പിച്ചു നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ നീ വർദ്ധിപ്പിച്ചു നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയം ഈമാനോടെ മരിക്കാനത് കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം ബറക്കത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹബീബായ നബി തങ്ങളുടെ മഹത്വം കൊണ്ട്, അവിടുത്തെ പേരിൻ്റെ മഹത്വം കൊണ്ട് ഞങ്ങൾക്കൊക്കെയും റബ്ബേ, ഞങ്ങൾ സ്വർഗത്തിൽ ആ പേരുണ്ടെന്ന് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർ ഗുരുവര്യന്മാർക്കും ഞങ്ങളെ സ്നേഹിച്ച സഹായിച്ച മുഅ്മിനീങ്ങൾ അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ നാളെ സ്വർഗത്തിലെത്തി അതൊക്കെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അർശിന്റെ കമാനങ്ങളിൽ ആ പേര് കാണാൻ, സ്വർഗത്തിന്റെ കവാടങ്ങളിൽ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഹബീബായ നബി തങ്ങളെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ ഹൗള് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളൊക്കെ പാപികളും പാപങ്ങളും ദോഷികളുമാണ്. ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്ത് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി എല്ലാവർക്കും നീ അനുഗ്രഹം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ നീ മഗ്ഫിറത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് പറഞ്ഞതിൻ്റെ ഒക്കെ പ്രതിഫലം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട കാരണവന്മാര്, വല്യുപ്പമാര്, വല്യുമ്മമാര്, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കെല്ലാം നീ എത്തിച്ചു നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.